അങ്ങനെ ഒരാൾ കേംബ്രിഡ്ജ് പോലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൻ്റെ നഗരപിതാവായിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ തിരുവനന്തപുരം സന്ദർശന വേളയിൽ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരോടൊപ്പം ഒരല്പസമയം ചെലവഴിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത്. അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. അദ്ദേഹത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ആമുഖമായി അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഒരു ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉള്ള പ്രധാന കാരണം പ്രവാസികളായ ഞങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടി നാട് വിട്ടു പോകുന്ന ആളുകൾക്കും പറയാനുണ്ട്. ഇതിലേക്ക് എന്നെ വിളിച്ച പ്രസ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതം തുടങ്ങുന്നത് കോട്ടയത്ത് ആർപ്പുക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ പേരൻസ്, മമ്മി ഹൗസ് വൈഫായിരുന്നു, പപ്പ കണ്ടത്തിൽ പണിക്കാരനായിരുന്നു. ചെറുപ്പം പോലെ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ഒരു ലോയർ ആകുക, അതുവഴി രാഷ്ട്രീയത്തിൽ ഇൻ്റർവ്യൂൻ ചെയ്യുക, പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ ഭാഗമാകുക എന്നുള്ളതായിരുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യം അതെന്നെ അനുവദിക്കുന്ന സാഹചര്യമായിരുന്നില്ല. ഞാൻ എൻ്റെ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പെട്ടിയിലാക്കി ഭരണയെ വെച്ച് പപ്പായുടെ കൂട്ടത്തിൽ കണ്ടെത്തിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി. പിന്നീട് അന്ന് ഈ ഞങ്ങളെപ്പോലെ തൊഴിലില്ലാതെ നടക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരനെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം എനിക്ക് അന്ന് വലിയ കാര്യമായി വെറും +2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അഭ്യസ്തവിദ്യനായ യുവാക്കൾ നാട് വിടുന്നത് പോലെ ഡൽഹിയിലേക്ക് പോയി എന്ന് പറയാൻ തയ്യാറില്ല. യുവാക്കൾ തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളായ ഞാൻ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നു. ഡൽഹിയിൽ ചെയ്ത് ഞാൻ ചെയ്യാത്ത പണികളില്ല. ഒരു മിയർ ലേബർ ഓറിയൻറ്റഡ് ജോബ്, ഫീൽഡ് മാൻ. ഈവൻ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എക്സ്പോർട്ട് ഫേമിൽ 3-4 നിലകളിലേക്ക് എൻ്റെ ഷോൾഡറിൽ തുണിയുടെ കെട്ടുകൾ വെച്ച് മേളിലാണ് ഈ തുണി ലെയർ കട്ടിങ് നടക്കുന്നത്, ചുമന്നുകൊണ്ട് മേളിൽ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഞാൻ ഡൽഹിയിൽ നിന്ന് വിട്ടു. എൻ്റെ കല്യാണം കഴിഞ്ഞു. വൈഫ് ബ്രിട്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഞാനും ഫോളോ ചെയ്തു. പിന്നീട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവണം. അത് ലീഗൽ ക്വാളിഫിക്കേഷൻ. ഈ ബീങ് എ പൊളിറ്റീഷ്യൻ സിബ്ലിങ്സ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. അങ്ങനെ ഞാൻ കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ പൊളിറ്റിക്സ്, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇംഗ്ലീഷ്, അതിനുശേഷം കേംബ്രിഡ്ജ് ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ LLBക്ക് ചേർന്നു. LLB പാസ്സായി. അതിനുശേഷം മാസ്റ്റേഴ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ് ലോ നോറിച്ച്. അതിനുശേഷം എനിക്ക് ഇവിടുത്തെ പോലെ LLB കഴിഞ്ഞാൽ അപ്പം തന്നെ വക്കീലാവില്ല. അതിന് പിന്നീട് ഒരു 3-4 വർഷം ഫർദർ സ്റ്റഡീസ് ഉണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കേംബ്രിഡ്ജിൽ റിസർച്ചിന് MPhil PhD കമ്പൈൻഡ് റിസർച്ച് അഡ്മിഷൻ കിട്ടി. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ എനിക്ക് 3 കുട്ടികളുണ്ട്, വൈഫ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. ഐ വാസ് സ്ട്രഗ്ലിംഗ്. സോ ഐ ഗേവ് അപ്പ് ദാറ്റ് ഡ്രീം ടു ആൻഡ് വെൻ ടു പ്രാക്ടീസ്. അതിനുശേഷം ഞാൻ പ്രാക്ടീസ് ശക്തമായി തുടങ്ങി. ക്രിമിനൽ ഡിഫൻസ് ലോയർ 1919 ക്വാളിഫൈ ആവുന്നു. അതിനുശേഷം ഞാൻ ക്രിമിനൽ പ്രാക്ടീഷണറായി പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം എന്ന് പറയുന്നത് എൻ്റെ വിദ്യാർത്ഥി, അവിടുത്തെ മച്ചുവർ സ്റ്റുഡൻ്റായി തുടങ്ങിയ കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ അതിശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ലേബർ പാർട്ടിയിൽ സജീവമായി 2008-ലോ 2007-ലോ ഞാൻ ലേബർ പാർട്ടിയുടെ മെമ്പറായി. അതിനുശേഷം 2 വർഷം ഞാൻ ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഇന്ത്യയിൽ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ എനിവേ ദാറ്റ് വാസ് എനിക്ക് മനസ്സിലായത് ഐ ഡോണ്ട് ബിലോങ് ടു ദാറ്റ്. സോ ഐ അഗെയിൻ റിസൈൻ ഫ്രം ദർ ആൻഡ് ദെൻ വെൻ ബാക്ക് ടു ലേബർ പാർട്ടി. Active political activism
എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ കേംബ്രിഡ്ജിൽ ഞാൻ പങ്കെടുക്കാത്തതോ ഞാൻ നേതൃത്വം നൽകാത്തതോ ആയ ഒരു 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 പ്രൊട്ടസ്റ്റോ റാലിയോ ഡെമോൺസ്ട്രേഷനോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ 2010 കാലത്തിന് ശേഷം. എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം ഉണ്ടായിരുന്നു. ഈക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, വിവേചനത്തിനെതിരെ റിലൻറ്റ്ലെസ് യുദ്ധം. ഇന്ത്യയിൽ നിന്ന് നോൺ EU നേഴ്സസ് ആയിരുന്ന നേഴ്സുമാരോടുള്ള കുടിയ വിവേചനം, കോട്ടയംകാരൻ ഒരു മുണ്ടും മടക്കി കുത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് ചലഞ്ച് ചെയ്തപ്പോൾ ആ നിയമം തന്നെ മാറി. അങ്ങനെ പല പൊളിറ്റിക്കൽ പോളിസി ഇൻ്റർവെൻഷനിലും ഞാൻ എടുത്തിരിക്കുന്ന നിലപാട്, എൻ്റെ നിലപാട് ഈക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഡൈവേഴ്സിറ്റി. കേംബ്രിഡ്ജ്, എസ്പെഷ്യലി ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ എനിക്കും നമുക്കെല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്, ഒരേ അധികാരമാണുള്ളത്. അതിൽ ഞാൻ എൻ്റെ മെറിറ്റ് എന്താണോ, എൻ്റെ മെറിറ്റിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അങ്ങനെ 2018 മത്സരിക്കുന്നു, ഒരു ബൈ ഇലക്ഷനിൽ മത്സരിക്കുന്നു, ബൈ ഇലക്ഷനിൽ ജയിക്കുന്നു. പിന്നീട് വന്ന ഇലക്ഷനിൽ ഞാൻ തോറ്റുപോയി. സാധാരണ ബ്രിട്ടീഷ് പൊളിറ്റിക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ തോറ്റു കഴിഞ്ഞാൽ അവരുടെ തൊഴിലിടത്തേക്ക് തിരിച്ചു പോവുകയാണ് പതിവ്. എൻ്റെ കൂടെ അന്ന് തോറ്റുപോയ ഞങ്ങൾ 3 പേരിൽ 2 പേരും അവരുടെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസം കണ്ടിന്യൂ ചെയ്തു. വീണ്ടും പാർട്ടി എന്നെ ഫീൽഡ് ചെയ്തു. ഞാൻ ആ ഇലക്ഷനിൽ ജയിച്ചു. പിന്നീട് ഞാൻ കേംബ്രിഡ്ജിൻ്റെ ഹൗസിങ്ങിൻ്റെ ചെയർമാനായി. അതിനുശേഷം ഡെപ്യൂട്ടി മേയറായി. 2014 കഴിഞ്ഞ മെയ്യിൽ ഞാൻ കേംബ്രിഡ്ജിൻ്റെ മേയറായി. കേംബ്രിഡ്ജിൻ്റെ മേയർ ആയതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൈഡ് മൊമെൻ്റാണ്. അതിൻ്റെ കാരണം 1207 കേംബ്രിഡ്ജ് എന്ന് പറയുന്ന നഗരം ഉണ്ടാകുന്നത്. അതായത് ഈവൻ ബിഫോർ മാഗ്ന കാർട്ട. അതിനുശേഷം വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ സീറ്റിലിരിക്കുന്നത് ഞാനാണ്. അതായത് ഈവൻ എന്നെ BBC പോലും റിപ്പോർട്ട് ചെയ്തത് ദ ഫസ്റ്റ് കളേർഡ് പേഴ്സൺ ടു ഹോൾഡ് ദ പോസ്റ്റ്. ഏതാണ്ട് 847 വർഷങ്ങൾക്ക് ശേഷം അവിടെ വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ ചരിത്രം രചിക്കുക എന്നുള്ളത് എൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു, എൻ്റെ പൊളിറ്റിക്കൽ പാഷനായിരുന്നു. ഞാൻ വരും തലമുറയ്ക്ക് ആ റൂട്ട് കൃത്യമായി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി വീണ്ടും എല്ലാവർക്കും വളരെ നന്ദി. ഇവിടെ വന്നവർക്കും ഈ ഇവൻ്റ് ഓർഗനൈസ് ചെയ്ത പ്രസ് ക്ലബിനും എൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇനി ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ യു. താങ്ക് യു. കേൾക്കാൻ മേല. അല്ല, ഈ മെയിലല്ല, 2024 ഈ മെയിലാണ്. അല്ല, അത് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ക്രക്സ് ഞാൻ പറയാം. പൊളിറ്റിക്കൽ ഡിസിഷൻ ഈസ് ബൈ ദ പാർട്ടി ആൻഡ് ദ റൂളിംഗ് പാർട്ടി. I as a mayor, I have to be, it's a civic role ആണ്. So you cannot be part of the political process. You have to be equal to all members, like സ്പീക്കറിൻ്റെ റോള് പോലെ. അതിൽ പല പോലീസിലും പാർട്ടി എടുക്കുന്ന നയങ്ങളാണ്. അതിലെനിക്ക് വേണമെങ്കിൽ അത് വോട്ട് ചെയ്യാതിരിക്കാം. അതെൻ്റെ രാഷ്ട്രീയമായ എൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റും എൻ്റെ പൊളിറ്റിക്കൽ കൺവിക്ഷനിൽ നിന്നുണ്ടാകുന്ന ഡിസിഷനാണ്. ഒരു ഡിസിഷൻ പോലും ഞാൻ എതിർത്തിട്ടില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പലസ്തീനിയൻ വിഷയങ്ങളിലൊക്കെ ശക്തമായി ഹൗസിൽ വന്ന എല്ലാ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാ ആളുകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ആൻഡ് ഐ ഹാവ് ഫുൾഫിൽഡ് ദാറ്റ് ഡ്യൂട്ടി. അത് നമ്മൾ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ കാണുന്നതിൻ്റെ പ്രശ്നമാണ്. മലയാളിക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടിയല്ല. ചോദ്യത്തിനത്ര അൺഫെയർനെസ് ആണ്. എന്നറിയോ, ഞാൻ അവിടെ മേയറായിരിക്കുന്നത് മലയാളികളുടെ മേയറല്ല, ഞാൻ കേംബ്രിഡ്ജിൻ്റെ മേയറാണ്. കേംബ്രിഡ്ജ് ഈസ് എ സൊസൈറ്റി വിച്ച് ഈസ് ഈക്വൽ.
There you don't have Malayali or Bangladeshi or Pakistani, one among equal. സോ അവിടെ എനിക്ക് മലയാളിക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല, അതിനെ എനിക്ക് ലോബി ചെയ്യാനും പറ്റില്ല. ഇഫ് ഐ ഡു, ഐ എം ഡൂയിങ് സം ക്രിമിനാലിറ്റി, ബ്രീച്ച് ഓഫ് ഈക്വാലിറ്റി ആക്ട് സെക്ഷൻ 13. അതെനിക്ക് പറ്റില്ല. ഐ തിങ്ക് ഐ ഹാവ് ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. അത് പറ്റില്ല. എത്നിക് ഇന്ത്യൻ, എത്നിക് മൈനോറിറ്റി ആകാം. എത്നിക് ഇന്ത്യൻ എത്നിക് മൈനോറിറ്റി ആകാം. അതായത് എത്നിക് ബ്ലാക്ക് ബെയിൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്, ബ്ലാക്ക് എത്നിക് മൈനോറിറ്റി. അത് നമ്മളെപ്പോലുള്ള എല്ലാവരും, അതിനകത്ത് പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, ഈവൻ മൈനോറിറ്റിയായ ഏത് ഗ്രൂപ്പിനെയും. ബൾഗേറിയ, കഴിഞ്ഞ ദിവസം ഞാൻ പോയത് ബൾഗേറിയൻ്റെ പ്രോഗ്രാമിൽ, ആദ്യമാണ് ബൾഗേറിയൻ പ്രോഗ്രാമിൽ ഒരു മേയർ ഈവൻറ്റിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം നമുക്കവിടെ ഈക്വാലിറ്റി എന്നുള്ളത് അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഞാനും പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും ഇംഗ്ലീഷുകാരനും ഒക്കെ ഈക്വലാണ്. അങ്ങനെ മാത്രമേ നമുക്ക് പൊളിറ്റിക്കൽ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് ഫെയറും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഐ എം നോട്ട് ബീങ് ഫെയർ ടു ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. ഓക്കെ. ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ജോലിക്ക് കയറി അങ്ങനെ ജീവിതം തുടങ്ങാൻ വേണ്ടി പിന്നെ വൃദ്ധസാധനങ്ങളിൽ ആശ്രയിക്കുകയും അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാത്രയ്ക്ക് നേരത്തെ ഇവിടെ കേരളമുള്ള ഒരു സംഭവം തന്നെയാണ്. അതിന് അങ്ങനെ രൂക്ഷമായ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ സ്ഥിതി? ഈ വൃദ്ധസദനത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഞാൻ വൃദ്ധസദനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അവിടെ മിനിമം വേജ് കിട്ടിയിരിക്കും. വൃദ്ധസദനത്തിലുള്ള ആളുകൾക്ക് പൈസ കുറവില്ല. സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മിനിമം വേജ് മസ്റ്റായി കിട്ടിയിരിക്കും. ഞാൻ ചെയ്തിട്ടുണ്ട് കേസ്. അങ്ങനെ കൊടുക്കാത്ത, മിനിമം വേജ് കൊടുക്കാത്ത കമ്പനികൾക്കെതിരെ കേസ് ഞാൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അപ്പം അത് ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മൾ ഹൈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ആ ജോലിയിലേക്ക് പോയി അവരുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ലോയറാണ്, എനിക്ക് വിസ ജീവിക്കാൻ വരെ മാർഗമില്ലാതെ ഞാൻ കെയർ ജോബിൽ ഈ ബ്രിട്ടനിലൊരു പ്രത്യേകത നമ്മുടെ നാട്ടിലില്ലാത്തൊരു പ്രത്യേകതയാണ് ഇത്, ഈ ഡിഗ്നിറ്റി ഓഫ് ലേബർ, നോ മാറ്റർ വാട്ട് കൈൻഡ് ഓഫ് ജോബ് ടു ഡു. സോ കെയർ ജോബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മഹനീയമായൊരു ജോബാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നാടും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. എൻ്റെ പേരൻസിനെ പോലെയൊക്കെ അവരെ കെയർ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ഞാൻ ഇപ്പോഴും നോക്കുന്നത്. എൻ്റെ ഒരു ആലീസ് എന്ന് പേരുള്ള ഒരു വൃദ്ധസ്ഥാനത്തിൽ ഒരു എൽഡർലി വുമൺ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ പേര് ആലീസ് ആയിരുന്നു. അവർ മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ വീട്ടില, അവർ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ബൈജുവിനെ കാണണം. ഞാൻ അവരെ അതുപോലെ കെയർ ചെയ്യുന്നത്. എൻ്റെ അമ്മ ആലീസ് ആയതുകൊണ്ട് എനിക്ക് അവരോട് അല്ലാതെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അതെ, അവിടുത്തെ പാർട്ടിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. ഞാൻ ആയിരുന്ന പാർട്ടിയിൽ, ലേബർ പാർട്ടിയിൽ എനിക്ക് തുടരാൻ പറ്റില്ലായിരുന്നു. അതെൻ്റെ അതൊരു മോറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു ഡൊമിനൻ്റ് നേതാവ് വരികയും നമ്മളുടെ ചില ആക്ടിവിറ്റിയിലൊക്കെ പുള്ളി നമ്മളെ നോട്ടീസ് ചെയ്യുകയും അങ്ങനെ അവരുടെ കൂടെ കൂടാൻ പറയുകയും ആ കൂടെ കൂടുകയും, അപ്പോൾ അത് ഇന്ത്യൻ ബേസ്ഡ് നിൽക്കുന്നതാണ്. ലേബർ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എനിക്ക് ആ പാർട്ടിയിൽ തുടരാൻ പറ്റില്ല. 1920 ലേബർ പാർട്ടി എടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റാണ്, പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റാണ്. ആ അമെൻമെൻറ്റ് പ്രകാരം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ടു മേക്ക് മൈസെൽഫ് ക്ലിയർ ആൻഡ് ടു കീപ് മൈ കോൺഷ്യസ്നെസ് ക്ലിയർ, I resigned from there. I told them that I am resigning. But then later I realized this is not something which I can tolerate, or I don't belong to that. So I just again sent a resignation letter to that party or that party fraction, and I returned to Labour Party. Twin city.
അവിടെയുണ്ട്, കേംബ്രിഡ്ജിലുണ്ട്. ഞങ്ങൾക്ക് 3-4 ട്വിൻ സിറ്റികളുണ്ട്. ഞാനത് നമ്മുടെ കോട്ടയമായി കൺസിഡർ ചെയ്യുന്നു. പക്ഷേ അതിൽ പ്രായോഗികമായ പ്രശ്നങ്ങൾ, ഈ ട്വിൻ സിറ്റി ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഓഫീസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണം. അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. ഭയങ്കര കോസ്റ്റ് ഇൻവോൾവ്മെൻ്റ് ആണ് എൻ്റെ. അതിപ്പോൾ അതിൻ്റെ എൻ്റെ 10 സ്റ്റാഫ് കേംബ്രിഡ്ജ് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, എൻ്റെ 10 സ്റ്റാഫ് കോട്ടയം വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. And I don't want, taxpayers' money to be wasted for no. Like, അതിന് വേണ്ടിയിട്ട് അനാവശ്യമായി ടാക്സ് മണി വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് മോറലായി, എനിക്ക് അധാർമികമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒരു ഹോൾഡിംഗ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ബട്ട് യൂറോപ്പിലെ പല സ്റ്റേറ്റുകളുമായി ട്വിന്നിങ് ഉണ്ട്. ഇത് ഈ ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. ഈ ഫാർ റൈറ്റ് മൂവ്മെൻറ്റ്സ് ആണ് ഈ ഇമിഗ്രൻസിനെതിരെ അതിശക്തമായ ഈ റൈറ്റും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ബ്രിട്ടനിലുണ്ടായ ദ വെരി ഫസ്റ്റ് വീക്കിൽ 400 പീപ്പിൾ വർ അറസ്റ്റഡ്. അല്ല, അതിൽ ഒരാളെ ഇന്നലെ അറിഞ്ഞാണ് 3.5 വർഷത്തേക്ക് ഒരാളെ ഇംപ്രിസൺ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ റൈറ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ റൈറ്റിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിട്ട് പോസ്റ്റ്, ആ ഒറ്റ പോസ്റ്റിൽ ഷി വാസ് പുട്ട് ബിഹൈൻഡ് ദ ബാർസ് ഫോർ 3 and 4 years. അപ്പം നമ്മൾ അതിനെതിരെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞങ്ങൾ ഈ 30-ാം തീയതി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഇവനാണ് ഞാൻ ഇവിടെ നിന്ന് ഓർഗനൈസ് ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡപ്പ് അഗെയിൻസ്റ്റ് റേസിസം. കേംബ്രിഡ്ജിൽ എല്ലാ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷുകാരടക്കം ഞങ്ങളൊരു ബിഗ് ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നു. സോ ആൻഡ് കീപ് ദം അവേ. അതിൻ്റെ സ്ലോഗൻ തന്നെ കീപ് ദ ഫാർ റൈറ്റ്സ് ഔട്ട്. അപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളുമായി, അതായത് ഇന്ത്യക്കാർ, മലയാളി, മൈഗ്രൻസ് മാത്രമല്ല, അവിടെയുള്ള ആളുകൾ പോലും നമ്മുടെ കൂടെ, നമ്മുടെ ഇവൻ്റെ പാർട്ടിയുടെ എല്ലാ നേതാക്കളും മുൻകൈ എടുത്ത് തന്നെയാണ് അങ്ങനത്തെ ഒരു ഇവൻറ്റ് നടത്തുന്നത്. അതിൽ പിന്നെ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ, ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് ഈ ഫാർ റൈറ്റ്സ് ഈ റൈറ്റ്സ് നടക്കുമ്പോൾ ഒരു പയ്യൻ ഒരു പ്ലക്കാർഡാണ്. ആ കാർഡിൽ വേൾഡ് വാർ 2 ഒരു ഇമേജും ഒരു പോപ്പി അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നവംബർ മാസം എല്ലാവരും മേത്ത് കുത്തുന്ന ഒരു പോപ്പിയാണ്. അപ്പം അതും കുത്തിയിരിക്കുന്നു. അപ്പം ഞാൻ അതിന് പിറ്റേ ദിവസം എൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു പ്രസംഗത്തിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു അത്ഭുതം, ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഈ പോസ്റ്റർ പിടിച്ചിരിക്കുന്നയാൾ, ഈ പോപ്പി കുത്തി വരുന്നയാൾ, യഥാർത്ഥത്തിൽ എനിക്ക് ചരിത്രം അറിയില്ല. അതിൻ്റെ കാരണം 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ ഭടന്മാർ തന്നെ 2.5 മില്യനാണ് പങ്കെടുത്തത്. 80,000 ഇന്ത്യൻ, അന്ന് യുണൈറ്റഡ് ഇന്ത്യ, ഈ 80,000-ൽ പല ആളുകൾ കൊല്ലപ്പെട്ടു. 30,000, ഇതെല്ലാം ഇന്ത്യക്കാരാണ്, 30,000-ൽ അധികം ഇന്ത്യക്കാർ വാർ പ്രിസണേഴ്സായി. അപ്പോൾ ഇന്ത്യക്കാർ 2.5 ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഈ വേൾഡ് വാറിൽ പങ്കെടുത്തത് അന്നത്തെ ഇന്ത്യൻ മൈഗ്രൻസ് ആണ്, അല്ലെ ഇന്ത്യൻ ഭടന്മാരാണ്. അപ്പം ഈ വേൾഡ് വാറിൻ്റെ ഫോട്ടോ പ്ലക്കാർഡ് അതിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഹി ഡസൻറ്റ് നോ ദ ഹിസ്റ്ററി. വിതൗട്ട് our contribution, without our parents' contribution, the history of World War would have been different. അപ്പം അത് ഇവരെ എംപവർ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്നത്. നവംബർ 9 കേംബ്രിഡ്ജിൽ കൊമമറേഷൻ ഓഫ് ദ ഫോളൻ സോൾജേഴ്സ് ഓഫ് വേൾഡ് വാർ 1 and 2 ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റ് ആണ്. അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇറ്റ്സ് അവർ ജോബ് ടു ടെൽ ദം ദിസ് ഈസ് ദ ഹിസ്റ്ററി, നോട്ട് വാട്ട് യു സേ ഈസ് ഹിസ്റ്ററി. അപ്പം അത് ആ ഇൻട്രസ്റ്റ്, അതായത് ആ യഥാർത്ഥ ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ ജനങ്ങളിലോട്ട് പറയുക എന്നുള്ളതാണ്. അതാണ് എന്നിൽ അർപ്പണിതമായിരിക്കുന്ന പൊളിറ്റിക്കൽ ഡ്യൂട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഐ എം ടേക്കിംഗ് ദാറ്റ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓണമാണ്, എന്നാലും ഓണത്തിനിടയിലും നമ്മൾക്ക് ഈ മീറ്റ് ദ പ്രസിന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട ഷെഡ്യൂളിനിടയിൽ ഇന്ന് തിരുവനന്തപുരത്ത് 2-3 പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. ഇന്ന് തന്നെ തിരുവനന്തപുരം വിടുകയും ചെയ്യും. അപ്പോൾ ആ ഷെഡ്യൂളിനിടയിൽ അതുകൊണ്ടാണ് നമുക്ക് വേറൊരു ദിവസം പ്ലാൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ കിട്ടുന്ന ദിവസം അദ്ദേഹത്തെ പോലെ ഒരാളെ
നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയത്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ബൈജു തിറ്റാല. അദ്ദേഹത്തിൻ്റെ ആ യാത്ര, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടം, അതെല്ലാം എന്തായാലും കൃത്യമായി അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. വളരെയധികം നന്ദി. ഒപ്പം അദ്ദേഹത്തോടൊപ്പം എത്തിച്ചേർന്ന ശ്രീ സിറിലിനും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുക.